പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ട് ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 37:11. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ഹല്ലേലൂയ. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ സങ്കീർത്തനത്തിന്റെ എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് മോശയുടെ കാലം മുതൽ BC എന്ന് പറഞ്ഞാൽ 1450 മുതൽ പ്രവാസാനന്തര കാലം വരെയുള്ള BC 430 വരെ എന്ന് പറഞ്ഞാൽ BC 1450 മുതൽ 430 വരെ ഏകദേശം 1020 വർഷത്തിനുള്ളിൽ എഴുതിയ ആണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. സീനായി, യെരുശലേം തുടങ്ങിയ അനേക സ്ഥലങ്ങളിൽ ഇന്ന് ഈ സങ്കീർത്തനം എഴുതിയിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. അപ്പം BC 1450 BC 430 ഇടയിൽ ഈ സങ്കീർത്തനം എഴുതി ദാവീദ് നമുക്ക് ഈ വചനം തരുമ്പോൾ ദാവീദ് പരിശുദ്ധാത്മാവിൽ പറഞ്ഞതാണ്, എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പരിശുശ്രൂഷ സമയത്തിൽ യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഈ വാക്യം പറയുന്നുണ്ട്, സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും, സൗമ്യതയുള്ളവർ ഭാഗ്യവന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും യേശു പറയുന്നുണ്ട്. ഹല്ലേലൂയ. സൗമ്യത എന്ന് പറയുന്നത് വേദപുസ്തകത്തിലുടനീളം നൽകുന്ന ആത്മാവിന്റെ ഫലങ്ങളിൽ നിറയപ്പെട്ട അതിശ്രേഷ്ഠമായ ഒരു വാക്യമാണ്, പദമാണ് സൗമ്യത എന്ന് പറയുന്നത്. അല്ലെ, ഈ സൗമ്യതയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ യഥാർത്ഥ നിലയിൽ നിയന്ത്രിക്കുന്നത്. പ്രൈസലോ. നമുക്കറിയാം, ഓടുന്ന വാഹനങ്ങൾക്ക് ഹല്ലേലൂയ അതിന് സ്റ്റിയറിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട്. നേരെ പോകാനും ഇടവും വലവും തിരിച്ച് ആമയൊക്കെ കുഴി കട്ടറും ഒക്കെ വെട്ടിച്ചു പോകാനായിട്ട് ഈ സ്റ്റിയറിംഗ് വലിയൊരു പ്രശ്നമാണ്, വലിയൊരു വിഷയം തന്നെയാണ് അല്ലേ? വണ്ടി ഓടിച്ചിട്ടുള്ളവർക്കറിയാം. അതില്ലെങ്കിൽ ആ വണ്ടി നിയന്ത്രണ രേഖയുടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കണ്ട. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തെ യഥാർത്ഥ നിലയിൽ ഇടവും വലവും കുഴിയിൽ ചാടാതെ നേരെ മുമ്പോട്ട് വഴി തെറ്റാതെ പാത തെറ്റാതെ ശരിയായ ദിശയിലൂടെ നമ്മെ നയിക്കണമെങ്കിൽ സൗമ്യത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. വാഹനത്തിന് സ്റ്റിയറിംഗ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കുഴി ചെന്ന് ചാടി അത് അപകടം സൃഷ്ടിക്കുന്നത് പോലെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും സൗമ്യതയാണ് നമ്മെ നിയന്ത്രിക്കുവാൻ ഏറ്റവും പ്രധാന ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. സൗമ്യത എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു അനുഭവം തന്നെയാണ്, അനുഗ്രഹം തന്നെയാണ്. അത് അറിഞ്ഞാണ് ദൈവം നമുക്ക് തരുന്നത്. പ്രൈസലോ. അപ്പൊ ഇവിടെ നാം ദൈവസേനയിൽ എത്ര ശ്രേഷ്ഠനായിരിക്കണം. ഈ വചനം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സൗമ്യതയുള്ളവരാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ. പ്രൈസലോ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സമാധാനമില്ലാത്ത ലോകത്തിൽ ദൈവത്തിന്റെ സമാധാനം കൊണ്ട് അവരുടെ ഹൃദയം നിറയും. കാരണം ലോകത്തിൽ സമാധാനമില്ല. നമ്മുടെ ഇന്ത്യയെ തന്നെ നോക്കി, ഇന്ത്യ രാജ്യത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട്, ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് തീവ്രവാദ ഗ്രൂപ്പുകൾ എന്തെല്ലാം തന്ത്രങ്ങളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നടുവിൽ ആണ് ദൈവം നമ്മെ സമാധാനം തന്ന് ഈ സൗമ്യതയിലൂടെ നടത്തുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നീതിമാനെ കടിച്ചു തിന്നാൻ കിട്ടാത്തത് മൂലം അവന്റെ നേരെ ദുഷ്ടൻ പല്ല് കടിക്കുന്നു എന്നാണ് ആമേൽ തിരുവചനം നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പം സങ്കീർത്തന പുസ്തകം 37:12 അത് എഴുതിയിട്ടുണ്ട്, ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവന്റെ നേരെ പല്ല് കടിക്കുന്നു. അപ്പൊ ഈ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം എന്നും നീതിമാന്മാരെ നശിപ്പിക്കുക, അപ്പൊ നീതിമാന്മാരുടെ നേരെ പല്ല് കെട്ടിക്കുക, അത് അവരുടെ സ്വഭാവമാണ്. ഹല്ലേലൂയ. അത് ചിലർക്ക് കിട്ടിയ പാരമ്പര്യ ഗുണങ്ങളാണ്, അതൊക്കെ മാറ്റുവാൻ കഴിയില്ല. പക്ഷേ
ഈ കാലഘട്ടത്തിൽ അതൊന്നും വിലപ്പോകും തോന്നില്ല. എവിടെങ്കിലേക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചെന്ന് കണ്ട് എല്ലായിടത്തും ഒന്നും പ്രയോജനപ്പെടത്തില്ല. ഇതുപോലെ ഒരു ചക്ക വീണ് ഒരു മൊയല് ചത്തത് കൊണ്ട് എല്ലാ ചക്കയും വീഴുമ്പോൾ മൊയലയാകണമെന്നില്ല. അല്ലേലിയ. ദുഷ്ടൻ ഒരിടത്ത് തന്നെ തന്ത്രങ്ങൾ മെനഞ്ഞ് അത് ജയിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും തന്ത്രങ്ങളെ മെനയാൻ പറ്റത്തില്ല. നമ്മൾ ഇന്ത്യയുടെ ചരിത്രം തന്നെ പഠിച്ചു നോക്കിയാട്ട്, ഭാരതം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, തകർത്ത് കളയാൻ വേണ്ടിയിട്ട് ഡൽഹി എന്ന് പറയുന്ന കേന്ദ്ര സ്ഥാനത്തെ അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടി എത്രമാത്രം ദുഷ്ടന്മാർ എഴുതേറ്റ് എന്നിട്ടൊന്നും പ്രയോജനപ്പെട്ടില്ല. അവരിങ്ങനെ പല്ല് കടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എല്ലാം ഒന്നും വിജയിക്കത്തില്ലെന്നേ. ദൈവം ജലത്തോടു കൂടെ വസിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഭൂമിയിലുള്ളത് കൊണ്ട് ദുഷ്ടന്റെ തന്ത്രങ്ങളെല്ലാം നശിച്ചു പോകും. അല്ലേ എലിയ? ഇവിടെ വചനം അതാണ് പറയുന്നത്. ഇവിടെ എലിയ ദുഷ്ടൻ നീതിമാനായി ദൈവത്തെ അല്ലലിയ പരിഹാസച്ചിരിയോടെ കാണുകയാണ്. ദുഷ്ടന്റെ പല്ലുകൾ ഇതിങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. അവനിങ്ങനെ ദൈവമക്കളെ തകർത്തുകൊണ്ടേയിരിക്കും. അല്ലേലിയ. ഈ 119 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ദൈവവചനത്തിന്റെ പ്രമാണത്തിന്റെ അതിശയകരമായ അത്ഭുതങ്ങൾ അവിടെ വിവരിച്ചിട്ടുണ്ട്. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട് കണ്ണുകൾ തുറക്കുന്നവനെയാണ് ദൈവം ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണിച്ച് ആ വചനങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആ മനുഷ്യൻ സൗമ്യതയുള്ളവനായി യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലേലിയ. 37 സംഗീതത്തിലെ 13 വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവന്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണും. സകല ദുഷ്ടന്മാരെയും കർത്താവ് നോക്കി ചിരിക്കുക, അവന്റെ ദിവസം അടുത്ത് വരുന്നത് കൊണ്ട്. പ്രേസലോ. എന്നെ കേൾക്കുന്നവർ ദുഷ്ടന്റെ നാശം അടുത്ത് വന്നുകൊണ്ടിരിക്കുക. സകല ദുഷ്ടന്റെ നാശം അടുത്ത് വന്നിരിക്കുക. ലോകത്തെ കണ്ണിൽ അഴുത്തുവാൻ, ലോകത്തെ രക്തത്താൽ നിറയ്ക്കാൻ, രക്തചുരുത്തിലൂടെ നിറയ്ക്കാൻ ശ്രമിക്കുന്ന സകല ദുഷ്ടന്മാരെയും ദൈവം നോക്കിച്ചിരിക്കുക. കാരണം അവന്റെ അവസാനം എടുത്തു വന്നുകൊണ്ടിരിക്കുക. അല്ലേ? ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയം എന്ന് പറയുന്ന മറ്റുള്ളവർക്ക് ദോഷം ചെയ്ത് ജീവിക്കുവാനല്ല, പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും സന്തോഷത്തോടെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ഭാരങ്ങളെ ചുമന്നും ഒരുവൻ പ്രാർത്ഥിച്ച് ഒരുവന്റെ സങ്കടങ്ങളിൽ പങ്കുചേർന്ന് അവന്റെ വിഷയങ്ങളെ അറിഞ്ഞ് അവരോടൊപ്പം കൂട്ടാളിയായി അവനെ കടന്നുപോകുന്ന ആ സങ്കട നിമിഷത്തിൽ കൈപിടിച്ചുയർത്തി അവനെ രക്ഷയിലേക്ക് അല്ലെങ്കിൽ സമാധാനത്തിൽ കൊണ്ടുവരുന്നതാണ് മനുഷ്യ ജീവിതം. എന്നാൽ നീതിമാനെ തകർക്കാൻ വേണ്ടി ദുഷ്ടൻ പല്ലുകടിക്കുമ്പോൾ അല്ലെങ്കിൽ അവന്റെയൊക്കെ സമയമെടുത്തിരിക്കുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായി നശിച്ചു പോകുന്ന മൃഗത്തിന്റെ തുല്യനെന്താ? നമ്മൾ 49 സംഗീതം 20 വാക്യമൊക്കെ വായിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും മാനത്തോടിരിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാനാപമാനങ്ങൾ നമ്മൾ പ്രാപിച്ചുകൊണ്ട് ഈ ഭൂമി ജീവിച്ചാൽ നമുക്ക് യാതൊരു വിലയുമില്ല. അല്ലേടിയ. മൃഗം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അതിന് അപകടങ്ങളും കെണികളും ഒക്കെ വരുന്നത് പോലെ മനുഷ്യൻ ദുഷ്ടനായി കഴിഞ്ഞാൽ അവന്റെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലേടിയ. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിതരെ ഞാൻ പറയട്ടെ. അല്ലേടിയ. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചൊരു സംഭവം പറയാം. അല്ലേടിയ. ഒരിക്കൽ വലിയ വീരനായ ഒരു ഗുസ്തിക്കാരൻ അങ്ങനെ രക്ഷിക്കപ്പെടുകയാണ്. വലിയ വീരനായ ഒരു ഗുസ്തിക്കാരൻ രക്ഷിക്കപ്പെട്ട് അതിനു മുമ്പ് അവൻ വളരെ ദേഷ്യക്കാരനും ശണ്ടയിടുന്നവനും ഒക്കെയുമായി ജീവിച്ചവനാണ്. വളരെ ദേഷ്യക്കാരൻ, ശണ്ടയിടുന്നവൻ, വഴക്കുണ്ടാക്കുന്നവൻ, പ്രകോപനം ഉണ്ടാക്കുന്നവൻ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവൻ, ദുഷ്ടന്റെ സ്വഭാവമുള്ള ഒരു ഗുസ്തിക്കാരൻ അങ്ങ് രക്ഷിക്കപ്പെട്ടു. അയാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം പൂർണ്ണമായിട്ട് മാറി. അല്ലേലിയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അദ്ദേഹം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ സൗമ്യതയും താഴ്മയും പുറപ്പെടാൻ തുടങ്ങി. ആത്മാവിന്റെ ഫലങ്ങൾ അത് പുറപ്പെടുവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് 2:5-17 വായിക്കാൻ കാണും, ഒരുത്തൻ ക്രിസ്തുവിനായവൻ പുതിയ സൃഷ്ടിയാണെന്ന് പഴയത് കഴിഞ്ഞുപോയി. നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വളരെ ദോഷം ചെയ്ത് മോശമായ രീതിയിൽ മറ്റുള്ളവർക്ക് അതിക്രമം ചെയ്ത് മറ്റുള്ളവർക്ക് ദോഷമായ കാര്യങ്ങൾ ചിന്തിച്ചും പ്രവർത്തിച്ചും പോയിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ, നാം കർത്താവിന്റെ രക്ഷകനും പിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ പകരും. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ താഴ്മയും സൗമ്യതയും വരും. താഴ്മയും സൗമ്യതയും വന്നു കഴിയുമ്പോൾ അവൻ മുമ്പത്തെ അവന്റെ ജീവിത രീതിയെ മറക്കുക. അല്ലേലിയ. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിതരെ, ഈ ലോകത്തിൽ പാപത്തെ ജീവിതത്തിൽ താനാട്ട് പാട്ടിക്കൊണ്ട് പാപത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിനക്ക് എല്ലാ കാലത്തും പോകാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ആയുധബലം കാണിക്കാൻ, നിങ്ങളുടെ ശക്തിയുടെ ബലം കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങരുത്.
നമുക്കറിയാം, ലോകത്തിൽ അനവധി മതങ്ങളുണ്ട്. മതങ്ങളെ ശക്തി കാണിക്കാൻ വേണ്ടി ആയിരങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക. ആയിരങ്ങളെ കൊന്നൊടുക്കി അവരെ രക്തം ചൊരിയിച്ചിട്ട് മതങ്ങളെ ശക്തിയെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം കണ്ട് കർത്താവ് ചിരിക്കുക. നിന്റെ അവസാനം അടുത്തെന്ന് കർത്താവ് പറയുക. അതാണ് 37-13 വാക്യം നമ്മൾ വായിച്ചതിന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ ദിവസം വരുന്നു. അപ്പൊ ഈ ഗുസ്തിക്കാരൻ ഹല്ലേലൂയ അവൻ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സൗമ്യതയുള്ളവനായി താഴ്മയുള്ളവനായി മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഒരിക്കലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. അങ്ങനെ ദൈവത്തിനും പ്രസംഗിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഒരു കുടിയൻ വളരെ ശണ്ടയ്ക്കായിട്ട് അയാളുടെ അരികിൽ വന്ന്, നീ എന്തിനാണ് ഇങ്ങനെ ഹല്ലേലൂയ തടിയൻ കഴുത പോലെ ഇരുന്ന് നീ ഇങ്ങനെ അലറി ഉറക്ക വിളിച്ച് ഹല്ലേലൂയ ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ പ്രശ്നം സൃഷ്ടിക്കുന്നത്, നീ ശണ്ടയിടുകയല്ലേ എന്നൊക്കെ ഒരു കുടിയൻ വന്നിട്ട് അലറി വിളിച്ച് ഈ പ്രസംഗിക്കുന്ന ഈ തടിയനായ ഗുസ്തിക്കാരനോട് ചോദിക്കുക. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ഹല്ലേലൂയ ദൈവദാസന്മാർ, ദൈവത്തിന്റെ മക്കൾ സുവിശേഷം പറയും. മുമ്പ് അവർ ആമയിൽ അക്രമമുള്ളൊരു ദേഷ്യക്കാര് ശണ്ടയിടുന്നവരുമായി അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് പിതാവായി സ്വീകരിച്ച് അവർ മാനസാന്തര ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞപ്പോൾ ഇന്നും പട്ടണങ്ങളിലെ ഗ്രാമങ്ങളിലെ തിരുക്കൂടുകളിലൊക്കെ ചെന്ന് സുവിശേഷം വിളിച്ചു പറയുമ്പോൾ ചില കുടിയന്മാർ, ചില സാമൂഹ്യ വിരുദ്ധർ, സാമൂഹ്യ ദ്രോഹികൾ സുവിശേഷം വിളിച്ചു പറഞ്ഞിട്ടിരിക്കെ വന്നിട്ട് പറയും, നിങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റുന്ന, നിങ്ങൾ ജോലി ജീവിക്കത്തില്ല, നിങ്ങൾ ഈ തടിയും വെച്ചുകൊണ്ട് എന്ത് നടക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ അലറി വിളിച്ച് പോകുന്നത് എന്താണെന്ന് ചോദിക്കുന്ന അനവധി ആളുകൾ ഇന്നുമുണ്ട്. അല്ലേ? അങ്ങനെ ഈ മനുഷ്യൻ ഈ സുവിശേഷം വിളിച്ച് പറയുന്നവനെ അല്ലേ വളരെ പരിഹസിക്കുവാൻ തുടങ്ങി. അല്ലേ? അത് വളരെ ശണ്ടയിടുവാൻ തുടങ്ങിയ. പക്ഷെ ആ ഗുസ്തിക്കാരൻ സുവിശേഷകരെ അല്ലേ പഴയ സ്വഭാവം എടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സൗമ്യതയോടും താഴ്മയോടും കൂടി അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി, സുവിശേഷം പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന് പഴയ സ്വഭാവം എടുക്കാം. പക്ഷേ അദ്ദേഹം മാനസാന്തരപ്പെട്ട വ്യക്തിയായതുകൊണ്ട് തന്റെ പഴയ സ്വഭാവത്തിലേക്ക് പോകാതെ അവൻ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി സുവിശേഷം പറയാൻ തുടങ്ങി. ആ മനുഷ്യൻ മനസ്സിലായി, പണ്ട് ഞാൻ ഈ മനുഷ്യനെ പോലെ തടിയനായിരുന്നവൻ, കുടിച്ച് വെളിവില്ലാതെ ബോധം നഷ്ടപ്പെട്ടു വലിയ ഗുസ്തിയുടെ ആശാൻ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തവനാ. എന്നാൽ യേശുവിന്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനായി മാറിയതുപോലെ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവ് ഈ സൗമ്യതയും താഴ്മയും കൊടുക്കണമെന്ന് ഈ ഗുസ്തിക്കാരന്റെ ഉള്ളിൽ പ്രാർത്ഥനയുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ ഇത് ചെയ്തു. ഗുസ്തിക്കാരൻ വളരെ ഹല്ലേലൂയ താഴ്മയോടെ ഹല്ലേലൂയ ദൈവവചനം പ്രസംഗിക്കുക. എന്നാൽ അയാൾ സൗമ്യതയോടുകൂടി കർത്താവെ ഈ നിന്ദയ്ക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശാന്തനാകുക. ഗുസ്തിക്കാരൻ ഈ ശണ്ടയിടുന്നവൻ ചീത്ത വിളിക്കുമ്പോൾ ഈ ഗുസ്തിക്കാരനായി ഇന്ന് രക്ഷിക്കപ്പെട്ട വ്യക്തി പറയാം, കർത്താവെ ഈ മനുഷ്യൻ പറഞ്ഞ നിന്ദയ്ക്കായിട്ട് ഹല്ലേലൂയ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ശാന്തനായി മാറുക. എന്നെ കേൾക്കുന്ന സുവിശേഷ വിരോധികളോട് ഞാൻ പറയട്ടെ, സുവിശേഷമായി ഗ്രാമങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ കടന്നു വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ നിങ്ങൾ നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും നിങ്ങൾ അവരോട് ശണ്ടയിടുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ തിരിച്ചു പറയാത്തത് ഞങ്ങൾക്ക് പറയാൻ അറിയാഞ്ഞിട്ടോ ആരോഗ്യമില്ലട്ടോ കഴിവ് കിട്ടിട്ടോ കഴിവ് കെട്ടവരായിട്ടോ അല്ല. കാരണം ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിന്റെ പ്രവർത്തനം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന സൗമ്യതയും താഴ്മയും എന്ന് പറയുന്ന ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു സൗമ്യതയും താഴ്മയും ഉള്ളവനായിരുന്നു. അല്ലാതെ സുവിശേഷ വിരോധികളെ ഇവിടുത്തെ തീവ്രവാദികളെ, ഭീകരവാദികളെ, വർഗീയവാദികളെ പേടിച്ചിട്ടല്ല സുവിശേഷകന്മാർ നിൽക്കുന്ന. നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ മനുഷ്യരാണ്, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ എല്ലാത്തിനും കഴിവും പ്രാപ്തിയുള്ളവരാണ്. പക്ഷെ ഞങ്ങൾ ശാന്തനായി മാറുന്നത് ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ടാണ്. അല്ലേ? എന്നെ കേൾക്കുന്ന സഹോദരന്മാർ, ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കാത്തതുകൊണ്ട്, യേശുവിന്റെ നീ തിരിച്ചറിയാത്തത് കൊണ്ട് ഇന്ന് നീ ക്രൂരനായി ദുഷ്ടനായി ദൈവവചനം കേൾക്കുമ്പോൾ നീ ആക്രോശത്തെ കടന്നു വന്ന് ഇവിടെ നിങ്ങൾ പ്രസംഗിക്കണം, ഇവിടുന്ന് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ചില തന്റെ ഇടം കാണിക്കുന്ന ജാട്ട കാണിക്കുന്ന ചില സാമൂഹ്യ വിരുദ്ധരുണ്ട്, സാമൂഹ്യ ദ്രോഹികൾ എന്നൊക്കെ പറയാം. അല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ മാനസാന്തരപ്പെടണം. നിന്റെ അഹങ്കാരം താണ്ടും. നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു നിമിഷം മതി തകരാൻ. സുവിശേഷകന്മാർക്ക് നേരെ കൈവെടുത്ത് കാനുവെടുത്ത് അസഭ്യ വാക്കുകൾ വിളിച്ചുകൊണ്ട് അവിടെ വചനം തട്ടിപ്പറിച്ച് മൈക്കും തട്ടിപ്പിടിച്ച് അവിടെ മൊബൈലൊക്കെ തട്ടിപ്പറിച്ച് മേടിച്ചവരെ ഉപദ്രവിച്ചു വിടുന്ന സ്നേഹിത അതിനോട് പറയട്ടെ, ഒരൊറ്റ ജലദോഷം വന്നാൽ മതി, നീ ഉലകത്തെ കാണത്തില്ല. ലേലിയ നിന്റെ സമയം അടുത്തിരിക്കുന്നെന്ന്. അതാ കർത്താവ് നിന്നെ നോക്കി ചിരിക്കുക. നിന്റെ സമയം എടുത്തിരിക്കുന്നു. നീ വലിയ അനർത്ഥത്തിൽ ചെന്ന് ചാടും. എവിടെയെല്ലാം സുവിശേഷ വിരോധമായി, എവിടെയെല്ലാം ദൈവമക്കളെ ഉപദ്രവിച്ച്, ദൈവദാസന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ട്, എവിടെയെല്ലാം ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കാൻ ശ്രമിച്ച് കൊന്നൊടുക്കിയിട്ടുണ്ടോ, അവിടെ എല്ലാം ദൈവത്തിന്റെ കാര്യം ചരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അടങ്ങിയിരിക്കുകയില്ല.
കാരണം ഞങ്ങൾ ആർക്കും ദോഷം ചെയ്യുന്നവരല്ല. ഞങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ വചനം വിളിച്ചു പറയുന്നവർ, ജീവന്റെ വചനം. കാരണം ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയും ഞങ്ങൾക്ക് ലഭിച്ച സന്തോഷത്തെക്കുറിച്ച് പറയുക. മുഴുവൻ മദ്യപാനിയായിരുന്ന എന്നെയൊക്കെ മാനസാന്തരപ്പെടുത്തി കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനമാണ്. മുഴുവൻ മദ്യപാനിയായിരുന്നു, മയക്കുപിടി അടിമയായിരുന്ന, ഈ ലോകത്തിന്റെ എല്ലാ അതിക്രമങ്ങൾക്കും എല്ലാ അശുദ്ധിക്കും കൂടെ നിന്ന് പ്രവർത്തിച്ച് അതിന്റെ സന്തോഷത്തിൽ ജീവിച്ച ദുഷ്ടനായ എന്നെയൊക്കെ രൂപാന്തരപ്പെടുത്തി എടുത്തത് ശാന്തതയും സൗമ്യതയൊക്കെ എന്റെ ഉള്ളിൽ തന്ന ഈ സുവിശേഷമാണ്. അതുകൊണ്ട് ഇത് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ പ്രത്യേകിച്ച് ലാഭം കണ്ടുകൊണ്ടോ ഇത് സുവിശേഷം വിളിച്ചു പറഞ്ഞ ബൈബിൾ എടുത്ത വിദേശത്ത് പണം വരും എന്നുള്ള ചിന്തയിൽ എടുത്തവരല്ല ഞങ്ങളിതൊക്കെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ലഭിച്ച ശാന്തതയും ഞങ്ങൾക്ക് ലഭിച്ച സൗമ്യതയും ഞങ്ങൾക്ക് ലഭിച്ച നിത്യജീവനും ഓർക്കുമ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ദുഷ്ടന്റെ പട്ടിക ഞങ്ങളെ മാറ്റി ദൈവത്തിന്റെ മകനാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സന്തോഷമാണ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് സാമൂഹ്യ വിത്തരായി സുവിശേഷ വിരോധമായി നിൽക്കുന്നവർ പറയട്ടെ, നീ മാനസാന്തരപ്പെടില്ല, നിന്റെ കുടുംബത്തെ ദൈവം തൊടും. ഹല്ലേലൂയ. നീ ചീത്ത വിളിച്ച് അസഭ്യം പറിച്ച് നീ രക്ഷപ്പെട്ടു എന്ന് ഓർക്കരുത്. നിന്റെ തലമുറയിലേക്ക് ദൈവത്തിന്റെ കോപം കടന്നു വരും. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. ഞങ്ങൾക്ക് വലിയ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ജീവിച്ചവരാ. ഞാനൊക്കെ വലിയ ക്രിമിനൽ പശ്ചാത്തലത്തിൽ തന്നെ ജീവിച്ചയാളാ. ഹല്ലേലൂയ. അതിൽ നിന്നാണ് ഞാൻ ഈ ജീവന്റെ വചനം കണ്ടെത്തി സുവിശേഷം പറഞ്ഞത്. അപ്പൊ ഈ ഗുസ്തിക്കാരനായിരിക്കുന്ന മനുഷ്യൻ തനിക്കെതിരെ ഈ കള്ളുകൂടി ആക്രോശം ഉണ്ടാക്കും തോറും താൻ ശാന്തനായി മാറുകയാണ്. അല്പസമയത്തിനുള്ള കുടിയൻ ട്രെയിനിൽ കയറുവാനായി പോയപ്പോൾ റെയിൽ പാളത്തിലെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം താഴേക്ക് വീണു. ദൈവം പെട്ടെന്ന് തന്നെ തൊട്ടെന്നാ തോന്നുന്നേ. ഈ കുടിയന് പെട്ടെന്ന് ട്രെയിൻ വരുന്നത് അറിഞ്ഞപ്പോൾ ട്രെയിനിലേക്ക് കയറാനായിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കാൽ വീഴുക, റെയിൽവേ ട്രാക്കിലേക്ക് വീഴുക. അല്ലേ ഒരു യശോദ. എല്ലാവരും നോക്കി അവനെ രക്ഷിപ്പാൻ ആരുമുണ്ടായില്ല. അവനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കുന്നുണ്ട്. ആരും അവനെ രക്ഷിക്കാൻ വന്നില്ല. പക്ഷെ അവൻ ഈ ഗുസ്തിക്കാരൻ എന്ത് ചെയ്തു, അവന്റെ നിലവിളി കേട്ടു. അല്ലേരിയ. ആ ഗുസ്തിക്കാരനായി സുവിശേഷം നിലവിളി കേട്ട് അവൻ ഓടിയ റെയിൽവേ പാളത്തിലേക്ക് ചെന്ന് അവന്റെ കൈക്ക് പിടിച്ച് തൂക്കിയെടുത്ത് ആ പാളത്തിൽ നിന്ന് പുറത്ത് കയറ്റി. അല്ലേരിയ. സ്തോത്രം. പിന്നെ അയാൾ നീ എന്നെ തടിയനെന്ന് ശകാരിച്ചില്ലേ, നീ എന്നെ തടിയനെന്ന് വിളിച്ച് ആക്രോശിച്ചില്ലേ, നീ എന്നെ തടിയനെന്ന് അപമാനിച്ചില്ലേ, ഞാൻ സുവിശേഷം വിളിച്ചു പറഞ്ഞ നീ ആക്രോശത്തോടെ വന്ന് ശണ്ടയിട്ടില്ലേ. എന്റെ സഹോദരൻ, എനിക്ക് തടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് നീ ആക്രോശിച്ച്, നീ ശണ്ടയിട്ട്, നീ കളിയാക്കി അപമാനിച്ച് ഞാൻ നിന്നെ ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് വലിച്ചു പൊക്കിയെടുക്കാൻ എന്റെ ഈ തടിയും ആരോഗ്യത്തിന് കാരണമായി തീർന്നു പറഞ്ഞു. ലലിയ. സ്തോത്രം. മറ്റുള്ളവരൊക്കെ നോക്കി നിന്നപ്പോൾ ഈ കുടിയനായ മനുഷ്യന്റെ ആ നിലവിളി കേട്ട് നിന്ദിക്കപ്പെട്ട തനിയനായിരിക്കുന്ന ഗുസ്തിക്കാരൻ ചെന്ന് അല്ലേരിയ ആ മനുഷ്യനെ റെയിൽവേ ട്രാക്കിൽ നിന്ന് പൊക്കിയെടുത്ത്. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത സൗമ്യത. അല്ലേരിയ. സ്തോത്ര. സൗമ്യതയാണ്. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അല്ലേരിയ ഈ കുടിയനായ മനുഷ്യൻ അല്ലേരിയ. സ്തോത്രം. അല്ലേരിയ. അദ്ദേഹത്തിന്റെ ആ ശാന്തമായ അല്ലേരിയ ആ സമീപനമൊക്കെ കണ്ടിട്ട് ആ കുടിയനായ മനുഷ്യൻ ആ സുവിശേഷകന്റെ മുമ്പാകെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അല്ലേരിയ അദ്ദേഹം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിനൊക്കെ ഒത്തിരി മാറ്റം വന്നു. അല്ലേരിയ. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു എന്നാണ് സദൃശവാക്യം 15:20 വായിക്കുന്നത്. കഠിനവാക്കോ കോപത്തെ അല്ലേരിയ ജ്വലിപ്പിക്കുന്നു. അപ്പൊ ഈ പണ്ട് ഗുസ്തിക്കാരനായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം സുവിശേഷകനാ. അദ്ദേഹം സൗമ്യതയും താഴ്മയുള്ളവനാ. അദ്ദേഹം ഈ കുടിയനായിരിക്കുന്ന മനുഷ്യന്റെ ആക്രോശത്തിന്റെ വാക്കുകൾക്ക് മുമ്പിൽ മൃദുവായി ഉത്തരം കൊണ്ട് അല്ലേരിയ ഈ മനുഷ്യൻ അല്ലേരിയ മറ്റവനെ നേടുവാൻ ശ്രമിക്കുക. നിങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ നാടുകളിൽ ഞാൻ അന്വേഷിച്ച് നോക്കണം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരുപാട് പെന്തക്കോസ് പള്ളിയൊക്കെ ഉള്ളതാ. ഞങ്ങളൊക്കെ കള്ളുകുടിച്ച് തെളിയില്ലാതെ മയക്കുമരുന്നൊക്കെ അടിച്ച് ഞങ്ങളുടെ പട്ടണത്തിൽ കൂടെ ഞങ്ങളിങ്ങനെ ചുറ്റി നടന്നവരാ. കാരണം ഞങ്ങളൊക്കെ ഈ ലൂഡിങ് തടിപ്പടിയൊക്കെ ചെയ്യുന്നവരായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പെന്തക്കോസുകാരെ കാണുമ്പോൾ ഞങ്ങളും ചീത്ത പറയും. പരിശീലനമൊക്കെ നടത്താണ്ട് ഞങ്ങളും ചീത്ത പറയാറുണ്ടായിരുന്നു. ഈശ്വരോ. എന്നാൽ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, അങ്ങനെ ദേശത്തിനും സമൂഹത്തിനും സുവിശേഷത്തിനും ദൈവത്തിനും വിരോധമായിരുന്ന ഞങ്ങളെയൊക്കെ ഈ ദൈവം വിളിച്ചു വേർതിരിച്ച് ഈ സൗമ്യത ഞങ്ങളുടെ ഉള്ളിൽ തന്നപ്പോഴാണ് ഞങ്ങൾ മുമ്പ് ചെയ്തതിനെ കുറിച്ചുള്ള അപമാനം ഞങ്ങൾക്ക് എത്രയുണ്ടെന്ന് മനസ്സിലായത്. അല്ലേലൂയ. രക്തത്തെ എന്നെ കേൾക്കുന്ന മാതാപി പിതാവേ, നീ സൗമ്യതയുള്ളവളാണെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. അല്ലേലൂയ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ വചനം പറയുന്നതിന്
എത്രയോ നാളുകൾക്ക് മുമ്പെയാണ് ദാവീദ് ഈ വചനം രേഖപ്പെടുത്തി വെച്ചത്. എന്നാൽ സൗമ്യതയുള്ള ഭൂമിയെ അല്ലുയ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. Praise the Lord. അത് നീ സമാധാനത്തോടെ സൗമ്യതയോടെയാണ് നീ ജീവിക്കുന്നെങ്കിൽ, അല്ലേരിയ നീ ജീവിക്കുന്നെങ്കിൽ അല്ലേരിയ സമാധാന സമൃദ്ധിയിൽ നിന്റെ കുടുംബം ആനന്ദിക്കാൻ പോവുകയാണ്. Praise the Lord. ഇന്ന് നിന്റെ കുടുംബത്തിൽ കണ്ണുനീരാ, നിന്റെ കുടുംബത്തിൽ വേദനയാ, ദുഃഖങ്ങളാ. ആമേ സ്തോത്രം. ജീവിതത്തിനൊക്കെ സമാധാനമുണ്ടോ സഹോദരി, സഹോദര? എല്ലാ ദിവസവും നീ കണ്ണുനീരിന്റെ നിലയിലൂടെയല്ലേ? നിനക്ക് പരാജയമല്ലേ നിന്റെ ജീവിതം എന്ന് പറയുന്നത്? നീ ഉണ്ടാക്കുന്ന മുഴുവൻ മദ്യഷാപ്പുകാർ കൊടുക്കുകയല്ലേ? നിന്റെ അധ്വാനം മുഴുവൻ ബീവറേജിനും കള്ളുഷാപ്പുകാരനും കൊണ്ടുപോകല്ലേ? നീ അധ്വാനിക്കുന്ന മുഴുവൻ ഈ ലോകത്തിന്റെ ചൂതാട്ടങ്ങൾ അവിടെ ഇവിടെ എല്ലാം ഇഷ്ടം പോലെ പെരുകി അവർക്ക് കൊണ്ട് കൊടുക്കുകയല്ലേ? അല്ലേ അല്ലേ? നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ധനം നിന്റെ കയ്യിലുണ്ടോ? നീ ജോലി ചെയ്ത നിന്റെ വിയർപ്പിന്റെ വില നിന്റെ പോക്കറ്റിലുണ്ടോ? ഭവനത്തിലേക്ക് കൊണ്ടില്ല നിന്റെ മക്കൾ കൊണ്ടുപോകാൻ. അല്ലേ അരിയ? കിട്ടുന്നതെല്ലാം നാട്ടിൽ ചെലവഴിച്ചിട്ട് വീട്ടില് ആമി സ്തോത്രം പിശുക്കന്മാരെ സാധനങ്ങൾ വാങ്ങിയെടുക്കുന്നത് നിന്റെ വീട്ടിലേക്ക് സാധനമായിട്ട് നീ എഴുന്നള്ളി ചെല്ലുമ്പോൾ ഓർത്തോണം. അല്ലേ അരിയ? നിന്റെ ഹൃദയത്തിന്റെ ആ കഠിനത എത്ര വലുതാണെന്ന്. ഈ മാനസാന്തരം മടങ്ങി വന്ന് ആമി നിന്റെ കുടുംബത്തെ നന്നായി നോക്കുന്നവനായി, ഭാര്യയും മക്കളെ നന്നായി നോക്കി ആമി അവരെ നന്നായിട്ട് ആമി സംരക്ഷിക്കുന്നവനായിരിക്കണം. എന്റെ മാതാപിതാക്കളെ നീ നന്നായിട്ട് സംരക്ഷിക്കണം. എല്ലാത്തിനേക്കാൾ ഉപരിയായി നീ മാനസാന്തരപ്പെട്ട ക്രിസ്തുവിന്റെ മകനായി ദൈവ പൈതലായി മാറണം. Praise the Lord. അപ്പൊ മാനസാന്തരം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്നതാണ്. അതുകൊണ്ടാണ് വചനം വായിക്കുന്നത്. ഒരിക്കലും വായിക്കാം. അല്ലേലൂയ. സദൃശവാക്യം 15:1 വായിച്ചത്. അല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മൃദുവായി ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. അല്ലേലൂയ. അപ്പൊ ഇവിടെ കാണുന്ന ദൈവത്തിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ ആമേ സ്തോത്രം. അല്ലേലൂയ. ദൈവത്തിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമാണ്. ദൈവത്തിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുകയാണ്. ഇബ്രാഹിം 4:13 വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേലൂയ. നീ ചെയ്യുന്ന ഓരോ പാപങ്ങളും, നീ ചെയ്യുന്ന ഓരോ തെറ്റുകളും, നീ കടന്നു പോകുന്ന എല്ലാ പാതകളും ദൈവം അറിയുന്നുണ്ട്. പ്രഭാതത്തിൽ നീ രാവിലെ നിന്റെ വീട്ടിൽ നിന്നേക്ക് ജോലിക്ക് പോകുന്ന ആ സമയം തൊട്ട് നീ മടങ്ങി നിന്റെ വീട്ടിലെത്തുന്നിടം വരെ നീ പോയ വഴികളെല്ലാം ദൈവത്തിന് കണ്ണിൽ നഗ്നവും മലർന്നുമായി കിടക്കുക. അല്ലേലൂയ. നീ ഭവനത്തിലായിരിക്കുന്ന എല്ലാ നിമിഷങ്ങളും കർത്താവിന്റെ കണ്ണുകൾക്ക് മുന്നിൽ നഗ്നവും മലർന്നുമായി കിടക്കുക. പ്രഭാതത്തിൽ നീ ജോലിക്ക് പോയിട്ട് നീ പോകുന്ന വഴിയിൽ ചെയ്യുന്ന ക്രൂരതയും കുറ്റങ്ങളും, നീ ചെയ്യുന്ന അനാശാസ്യമായ വഴിവിട്ട ജീവിതങ്ങളൊക്കെ ഒരുപക്ഷെ നിന്റെ ഭാര്യയുടെ മുമ്പിൽ നിനക്ക് മറച്ചു വെക്കാൻ പറ്റും. തെറ്റ് ചെയ്തിട്ട്, കുറ്റം ചെയ്തിട്ട്, ജടിയ ജീവിതം ചെയ്തിട്ട്, വ്യഭിചാരത്തിന് പോയിട്ട്, അശുദ്ധമായ ജീവിതം നയിച്ചിട്ട് നിന്റെ വീട്ടിൽ വന്ന് ഭാര്യയെ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിക്കാൻ പറ്റും, ഞാൻ നല്ലവനായിരുന്നു. നിന്റെ മക്കളെ പറഞ്ഞ്, നിന്റെ മാതാപിതാക്കളെ പറഞ്ഞ് നിനക്ക് വരെ ആമയല്ലേ അല്ലെ നിനക്ക് അവരെ വിശ്വസിപ്പിക്കാൻ പറ്റും. പക്ഷേ കർത്താവ് പറയാണ്, നീ പ്രഭാതത്തിൽ യാത്ര ചെയ്ത വഴികളെല്ലാം, നീ പോയി നിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നിടം വരെ നീ ചെയ്തതെല്ലാം എന്റെ കണ്ണുകൾക്ക് മുമ്പിൽ നഗ്നവും മലർന്നുമായിരുന്നു. ഞാനിതെല്ലാം കണ്ടു. അല്ലേരിയ. എന്നിട്ട് നീ ഭവനത്തിൽ വന്നിട്ട് അല്ലേരിയ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയോടും മക്കളോടും നിന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞ ശുദ്ധ അസംബന്ധമായ നുണ, അത് ഞാൻ കണ്ടിട്ടുണ്ട് സഹോദര. കർത്താവെല്ലാം കാണും. നീ ചെയ്യുന്ന സകലം, നാം ഒളിച്ചു വെച്ച് ചെയ്യുന്ന, നാം മറച്ചു വെച്ച് ചെയ്യുന്ന സകല പാപങ്ങളും ദൈവം കാണും. അല്ലേരിയ. നമ്മൾ അടച്ചിട്ട് മുറിക്കകത്ത് വിളക്കം കെടുത്തി ലൈറ്റുകളൊന്നും ഇല്ലാതെ അടച്ചിട്ട് മുറിക്കകത്ത് ചെയ്യുന്ന പാപങ്ങൾ പോലും ഇത്ര ശാന്തമായിട്ട് അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുവരെ ദൈവം കാണും. അല്ലേരിയ. ആരും കണ്ടില്ല എന്ന് നീ ചിന്തിച്ചതൊക്കെ ദൈവം കണ്ടത്. അല്ലേരിയ. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് ഈ പൂച്ച പാല് കുടിക്കുമ്പോൾ അത് കണ്ണടച്ചിരുന്ന കുടിക്കുന്നത്. നിങ്ങൾ പൂച്ച പാല് കുടിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് കണ്ണടച്ചിരുന്ന് കുടിക്കും. കാരണം പൂച്ചയുടെ ചിന്തയാണ്, ഞാൻ കണ്ണടച്ച് പാല് കുടിക്കുന്നത് പുറത്ത് നിൽക്കുന്നവർ കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പൂച്ചയ്ക്കറിയോ പുറത്ത് നിൽക്കുന്നവരുടെ കണ്ണിന്റെ മുമ്പിലാണ് ഞാനിത് കണ്ണടച്ച് പാല് കുടിക്കുന്നത്. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കും, അതിന്റെ ചിന്ത ആരും കാണുന്നില്ല, പക്ഷെ അതിനെ എല്ലാവരും കാണുന്നുണ്ട്. അല്ലേല് എന്ന് പറഞ്ഞ പോലെ നീ ചെയ്യുന്ന സകല പാപങ്ങളും, നീ രഹസ്യമായി ചെയ്തും പരസ്യമായി ചെയ്തും വലിയ ചെയ്ത പാവങ്ങൾ, നിന്റെ സ്വമേധ പാവങ്ങൾ, നിന്റെ തെറ്റുകളെ എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. അല്ലേലി. അതാണ് കർത്താവ് പറഞ്ഞത്. ഈ അവന് കർത്താവിന്റെ കണ്ണുകൾ അല്ലേലിയ സാമിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ എല്ലാം അപ്പമലതുമാണ്. അനീതിയെയും ദുഷ്ടതയും അല്ലേലിയ ചുട്ടു ചാമ്പലാക്കുവാൻ
കർത്താവിന് കഴിയും. അനീതിയും ദുഷ്ടതയും ചുട്ടുകളയുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസറോ. അതുകൊണ്ട് ഇത് മടങ്ങി വരും, മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കർത്താവിന്റെ ഹൃദയം തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ്. മക്കളെ, ഇവിടുത്തെ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ കേരളത്തെ ചിന്തിച്ചു, രാഷ്ട്രീയക്കാർ തമ്മിൽ വളരെ സംഘർഷം വളരെ കടിപിടി കൂട്ടിക്കിട്ടിരിക്കുക. അലറി വിളിക്കുക രാഷ്ട്രീയക്കാർ ഇതിന്റെ അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി തമ്മിലിടിക്കുക. മതങ്ങളും അത് തന്നെയാണ്, കുടുംബത്തിനകത്തും അത് തന്നെയാണ്, തമ്മിൽ കലഹമാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള നീന്റെ ജീവിതത്തിനകത്ത് ദൈവിക സമാധാനം പ്രാപിക്കാൻ കഴിയത്തില്ല. മാനസാന്തരപ്പെടണം. കുടുംബത്തിൽ പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം, ഭരണ സംവിധാനങ്ങളിൽ പ്രശ്നം, ഭരണത്തിന് വേണ്ടി പ്രശ്നം, ഏത് ഓഫീസിൽ ചെന്ന അവിടെ എല്ലാം പ്രശ്നം, ആലയത്തിൽ വന്ന പ്രശ്നം, 4 പേര് എവിടെ കൂടുന്ന അവിടെ എല്ലാം പ്രശ്നം. ഹല്ലേലൂയ. അങ്ങനെയുള്ള നിനക്കൊന്നും ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയില്ല. നീ സൗമ്യതയുള്ളവനാണെങ്കിൽ നിനക്ക് ഭൂമിയെ കൈവശമാക്കാൻ കഴിയും. സമാധാന സമൃദ്ധി നിനക്ക് ആനന്ദിക്കാൻ കഴിയും. ഹല്ലേലൂയ. നാളെ ആർക്ക് ഭാരം പണിയണം, നാളെ ആരെക്കുറിച്ച് കുറ്റം പറയണം, നാളെ ആരെക്കുറിച്ച് നുണ പറയണം, ഏഷണി പറയണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് നീ ജീവിക്കുന്നെങ്കിൽ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന സാത്താന രക്തം ചെയ്യും. മറ്റുള്ളവനെ കുറിച്ച് നുണ പറയുക, മറ്റുള്ളവരെ കുറിച്ച് ഏഷണി പറയുക, മറ്റുള്ള കുറ്റം കണ്ടുപിടിക്കുക, ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി അതിൽ ചർച്ച ചെയ്യുക, ഒരു മനുഷ്യനെ അപമാനിക്കാവുന്നതെല്ലാം പറഞ്ഞ് അപമാനിച്ച് അവനെ അപമാനപ്പെടുത്തുക, അല്ലെ അവളെ അപമാനപ്പെടുത്തുക. അങ്ങനെ ചെയ്ത് നീ നിന്റെ കൂട്ടാളികളോട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ സഹോദരി സഹോദര, നിന്റെ കൂട്ടത്തെ ചുട്ടുകളയുവാൻ ദൈവത്തിന് കഴിയും. ദൈവം ചെയ്യാത്തത് എന്താണെന്ന് അറിയാമോ? നീ മാനസാന്തരപ്പെടാൻ വേണ്ടി നിനക്കൊരു അവസരം തരിക. അതുകൊണ്ട് നീ സൗമ്യതയുള്ളവനായി മാറണം, താഴ്മയുള്ളവനായി മാറണം. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന് ഉയർച്ചയുണ്ടോ? നിന്റെ കുടുംബത്തിന് നന്മയുണ്ടോ? കുടുംബത്തിൽ സന്തോഷമുണ്ടോ? നിന്റെ തലമുറയെ കുറിച്ച് നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബത്തിൽ അപ്പനമ്മ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? അമ്മായിയമ്മ, മരുമോള്, അമ്മ പരസ്പരം സന്തോഷിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ജീവിതത്തിൽ സൗമ്യത നഷ്ടപ്പെട്ടു പോയി. സൗമ്യതയും താഴ്മ എന്ന് പറയുന്ന ആ ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട്, നിന്നെ നടത്തുന്നത് പിശാചായതുകൊണ്ട്, സാത്താനായതുകൊണ്ട്, അവൻ എല്ലാ കോപവും അവൻ കോപപരവശനായി മാറും. ഹല്ലേലൂയ. പരവശയായിട്ടാ പലരെയും നമുക്ക് കാണാൻ കഴിയുന്നത്. രക്തം ചെയ്യും. എന്തുകൊണ്ടാ? നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കഠിനമേറിയ കടുപ്പമേറിയ നിന്റെ ഹൃദയം പാറ പോലെ കടുത്തിരിക്കുന്നത് കൊണ്ട് നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ചില പാറക്കല്ലൊക്കെ അല്ലെങ്കിൽ നമ്മൾ അടിച്ച പൊട്ടത്തില്ല. പണ്ടൊക്കെ ഞങ്ങൾ ഈ പാറമടയിൽ എല്ലാവരും ലോഡിങ്ങിന് പോകുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചെറുതായത്തില്ല. അന്ന് പാറമട തൊഴിലാളി യൂണിയനകത്ത് ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അന്ന് കരികല്ല് കയറ്റാൻ പോകുമായിരുന്നു പാറമടയെ. ചില സമയങ്ങളിൽ ഹല്ലേലൂയ ഈ കല്ല് കെട്ടുന്നവരുടെ കൂട്ടത്തിലൊക്കെ പോയി നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സമയം കൂടമെടുത്ത് ചില കല്ലുകൾക്ക് അന്നത്തെ ആരോഗ്യത്തിന് അനുസരിച്ച് ആഞ്ഞടിച്ചിട്ടുണ്ട്. ചില കല്ലുകൾ എത്ര അടിച്ചാലും പൊട്ടത്തില്ല. ചില കല്ലുകൾ എത്ര അടിച്ചാലും അത്ര കഠിനമായിരിക്കും ചില പാറകൾ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ ചില മനുഷ്യന്റെ ഹൃദയം, ചില മനുഷ്യരുടെ കഠിനമായ പാറ പോലെ. എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം കേട്ടാലും ഹല്ലേലൂയ ഒരു മാറ്റവുമില്ല. കഠിനമായ പാറക്കല്ല് പോലെയുള്ള അനുഭൂതി സഹോദരന്മാർ കുടുംബത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്, സഭയിലുണ്ട്. ഹല്ലേലൂയ. ചില സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾ ചെന്നാൽ, ചില സ്ഥാപനങ്ങളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരോട് എന്തെങ്കിലും നമ്മുടെ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് അതൊന്നും നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞാലും അവർ ചെയ്യത്തില്ല. ഇന്ന് വാ, നാളെ വാ, മറ്റന്നാൾ വാ, ഇന്ന് ഓഫീസറില്ല, നാളെ ഓഫീസറില്ല, ഓഫീസറെ വിളിക്കുക, ഫോൺ നമ്പർ കൊണ്ടുവെക്കുക, ഓഫീസറെ വിളിക്കുമ്പോൾ നാളെ വരും, മറ്റന്നാൾ വരും. അങ്ങനെ പോയി കാവൽ നിൽക്കുക. എന്തെല്ലാം കഷ്ടതയും പ്രയാസങ്ങൾ സഹിച്ചിട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില ഓഫീസിന്റെ വെടിക്കൽ പോയി നിൽക്കുന്നത്. അങ്ങനെ ചെന്നതല്ലല്ലോ അവരുടെ വിഷയങ്ങളൊന്ന് പറഞ്ഞ് പരിഹരിച്ചു കൊടുക്കാൻ കഴിയാവുന്ന കഠിന ഹൃദയമുള്ള അനവധി ഓഫീസർമാരുണ്ട്. നിനക്ക് ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോവുകയാണ്. നിന്റെ സമയം എടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. കൈക്കൂലി തന്നെങ്കിൽ മാത്രമേ ഞാൻ സൈൻ ചെയ്ത് തരൂ, കൈക്കൂലി തന്നെങ്കിൽ മാത്രമേ ഞാൻ പേപ്പർ ഒപ്പിട്ട് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൈക്കൂലിക്ക് വേണ്ടി ദുശാന്യം പിടിച്ചിരിക്കുന്ന ചിലരെ കൈക്കൂലി ഈ കാര്യസ്ഥക്ക് കൈക്കൂലി കൊടുക്കാൻ തയ്യാറാകും. അവൻ കൈക്കൂലി കൊടുക്കുമ്പോൾ തന്നെ അവനെ വിജിലൻസിനോട് വിളിച്ചു പറഞ്ഞിരിക്കുക, അവർ വന്നത്തെ കൈയോടെ പിടികൂടുന്ന കണ്ടിട്ടില്ല. നിന്റെ കഠിനമായ മനസ്സാ സ്നേഹിത കാരണം. ഹല്ലേലൂയ.
നീ മാനസാന്തരം മടങ്ങിയ ജോലി നഷ്ടപ്പെട്ട് കൈക്കൂലി മുഖാന്തരം ജോലി നഷ്ടപ്പെട്ട് നീ വീട്ടിലിരിക്കുന്നില്ലേ? അല്ലെ, കൈക്കൂലി വാങ്ങിയൊരു ജോലി നഷ്ടപ്പെട്ട് നീ ഭവനത്തിലിരിക്കുന്നില്ലേ? അക്രമം കാണിച്ചൊരു നീ വീട്ടിലിരിക്കുന്നില്ലേ? നിന്റെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഈ ജോലിയിൽ നിന്ന് സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ പറയട്ടെ, നിന്റെ ഹൃദയത്തിന്റെ കഠിനതയാ നിനക്കാ സംഭവിച്ചത്. നിന്റെ മുമ്പിൽ വന്നവരോട് നീ സൗമ്യതയുടെ ഭാഷയിൽ സൗമ്യതയോട് നീ ഇടപെട്ട അവരുടെ വിഷയങ്ങൾക്ക് നീ ന്യായമായി പരിഹാരം ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നീ സസ്പെൻഷൻ മേടിച്ച് വീട്ടിലിരിക്കുകയല്ലേ, അല്ലെ മറ്റുള്ളവർ കൈനീട്ടല്ലേ ചെലവിന്. ജോലി കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞ് ജോലി കിട്ടുമ്പോൾ തരാമോ എത്രയോ പേരുമ്പോൾ നീ കൈ നീട്ടുന്നു. അങ്ങനെയുള്ളവരെ എനിക്കറിയാം. ലേറിയ നിന്റെ കഠിനമായ ഹൃദയം നിന്നെ തകർത്ത് കളയും. മാനസാന്തരം പടങ്ങി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ അല്ലേലിയ സ്തോത്രം എഴുതി വെച്ചത്, സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, ലേറിയ സമാധാന സമൃദ്ധികൾ ആനന്ദിക്കുമെന്ന്. അല്ലേലിയ സമാധാന സമൃദ്ധി നിനക്ക് ആനന്ദിക്കാൻ കിട്ടും. മറ്റുള്ളവന്റെ കൈക്കൂലിയൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ട് അടിച്ചു പൊളിച്ച് ഭാര്യയും മക്കളും തിന്നു. ഇപ്പൊ ജോലി നഷ്ടപ്പെട്ട് സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുക. ഇപ്പൊ നിനക്ക് സമാധാന സമൃദ്ധിയിൽ ആനന്ദിക്കാൻ പറ്റും. ഒരു കുടുംബത്തെ കണ്ണീരില്ലേ? നീ മാനസാന്തരപ്പെടണം കേട്ടോ. കൈക്കൂലിക്കാരോട് പറയുക പ്രൈസലോ, കോഴമാങ്ങുന്നതോട് പറയുക പ്രൈസലോ, മാനസാന്തരപ്പെടണം. പ്രൈസലോ, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലേ? ഇവിടെ എപ്രകാരമാണ് സൗമ്യത നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്നതെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പഠിക്കാൻ കഴിയണം. അല്ലേ? എപ്രകാരമാണ് സൗമ്യത നമ്മുടെ ആത്മജീവിതത്തിൽ അതൊരു ഫലമായി പുറപ്പെടുവിക്കാൻ കഴിയുന്നത്? ലോക പ്രശസ്തി ആർജിച്ച സുവിശേഷകനായിരുന്ന ബില്ലി ഗ്രഹാം ആ സൗമ്യത പ്രാപിക്കുന്നതിനെ കുറിച്ച് 3 കുറിപ്പുകൾ, അല്ലെ 3 ചിന്തകൾ അദ്ദേഹം രേഖപ്പെടുത്തി. ഞാൻ മറ്റൊരു ദൈവത്തിന്റെ പ്രഭാഷകന്റെ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്ലേ? അവിടെ പറയുന്ന ഒന്ന്, സൗമ്യതയുടെ ഫലം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ നമ്മുടെ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മുടെ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. മനുഷ്യൻ ഒരുപാട് വികാരജീവികളാണ്. ഒരുപാട് തലങ്ങളിൽ രീതികളിലാണ് മനുഷ്യൻ വികാരജീവിയായി മാറുന്നത്. വികാരം എന്ന് പറയുന്ന വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യ ജീവിതത്തിൽ അത് വിവിധ നിറങ്ങളിലും വർണ്ണങ്ങളിലും ഭാവങ്ങളിലും സ്വഭാവത്തിലും ഒക്കെ വെളിപ്പെടുന്നതാണ് വികാരം എന്ന് പറയുന്നത്. നിന്റെ ശത്രുവിനെ കാണുമ്പോൾ അവരോടൊരു വികാരം, നിന്റെ അമ്മായിയെ കാണുമ്പോൾ അവരോടൊരു വികാരം, മരുമോളെ കാണുമ്പോൾ അവരോടൊരു വികാരം, നിന്റെ അയൽവാസിയെ കാണുമ്പോൾ അവരോടൊരു സ്വഭാവം, അല്ലെങ്കിൽ നിന്റെ ജ്യേഷ്ഠനെ കാണുമ്പോൾ അനിയനെ കാണുമ്പോൾ അവരോട് വേറെ രീതിയിൽ, നിന്റെ അയൽവാസിന്റെ സഭയെ കാണുമ്പോൾ അങ്ങനെ വ്യത്യസ്തമായ നിലയിലാണ് മനുഷ്യൻ വികാരഭരിതനായി മാറുന്നത്. നീ കള്ളു കുടിക്കുമ്പോൾ നിനക്ക് സ്വഭാവം, കള്ളു കുടിച്ചില്ലേ വേറെ സ്വഭാവം, കഞ്ചാവ് അടിക്കുമ്പോൾ ഒരു സ്വഭാവം, കഞ്ചാവ് അടിക്കാത്തപ്പോൾ വേറെ സ്വഭാവം. അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായ സ്വഭാവം. അങ്ങനെ മനുഷ്യന്റെ വിവിധ തലത്തിൽ വികാരങ്ങൾ മനുഷ്യനുണ്ട്. ചിലർക്ക് കാണാല്ലേ, ചില അല്ലെങ്കിൽ സ്തോത്രം, ചില അല്ലെങ്കിൽ ചില ആണുങ്ങൾ പെണ്ണുങ്ങളെ കാണും, പെണ്ണുങ്ങൾ ആണുങ്ങളെ കാണുമ്പോൾ. ലേറിയ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, പോലീസുകാർ 2 ചെറുപ്പക്കാരന്മാരെ അല്ലെങ്കിൽ പോലീസ് വണ്ടിയുടെ പുറകിൽ അല്ലെങ്കിൽ നിർത്തിയിട്ട് നല്ല വടി കൊണ്ടിട്ട് ചന്തിക്ക് അടിക്കുന്ന കണ്ടില്ലേ? എന്തിനടിച്ചെന്നറിയോ? വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ ആവശ്യമില്ലാത്ത വിളിച്ചു പറയുക, അനാശ്വാസമായ കാര്യങ്ങൾ പറയുക. അങ്ങനെ പറഞ്ഞൊരു പോലീസ് വിളിച്ചു. നമ്മുടെ കേരളത്തില്, മറ്റു സംസ്ഥാന കേരളത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ ആ പോലീസുകാർ അമ്മമാർ 2 പേരും ചന്തിക്ക് അടി കൊടുക്കുക, എന്നിട്ട് 4 കാലേ നടത്തി എന്നിട്ടും അടിയാം. ചിലരങ്ങനെ പെണ്ണുങ്ങളെ കാണുമ്പോഴേ, ചില ആണുങ്ങളെ കാണുമ്പോൾ വികാരഭരിതരായി മാറുമെന്ന്. അത് നിന്റെ നാശമാണ്. അല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ സൗമ്യത ഉണ്ടാകണമെങ്കിൽ വികാരങ്ങളെ നിയന്ത്രിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്ങനെയാണ് സൗമ്യത ഉണ്ടാകുന്നത്? ദൈവ വചനത്തിലൂടെ നീ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തെ ശുദ്ധീകരിക്കപ്പെട്ട് നീ താഴ്മയുള്ളവനായി നിന്റെ പാപത്തിന് പരിഹാരം വരുമ്പോൾ നിന്റെ ഉള്ളിൽ സൗമ്യതയുടെ ഫലം വരും. അല്ലേ? നീ രക്ഷിക്കപ്പെടാത്തിടത്തോളം കാലം, മാനസാന്തരപ്പെടാത്തിടത്തോളം കാലം, ക്രിസ്തുവിനെ നീ അനുഗമിക്കാത്തിടത്തോളം കാലം നിന്റെ ഉള്ളിൽ സൗമ്യത ഉണ്ടാകത്തില്ല. സൗമ്യതയുടെ ഫലം നിനക്ക് പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിന്റെ വികാരങ്ങളെ ശമിപ്പിക്കണം. സൗമ്യത നിന്റെ ഉള്ളിൽ നിറയുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന വികാരങ്ങളെ അടക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. ചില ഭർത്താക്കന്മാര് ചില സഹോദരന്മാര് കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഭാര്യയുടെ നേരെ വികാരം തീർക്കുന്നത്. അല്ലെങ്കിൽ നേരം വെളുത്ത് വൈകുന്നേരം വീട്ടിനകത്തെ ജോലി ചെയ്ത് മുറ്റമടിച്ചു വാരി വീട്ടിനകത്തെ പണിയെല്ലാം തുണിയെല്ലാം തിരുമ്പി ഭർത്താവിന് മക്കൾക്ക് വേണ്ടുന്ന ആഹാരങ്ങളിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് വൈകിട്ട് വരുമ്പോൾ അതും ഉണ്ടാക്കി നോക്കി കാത്തിരിക്കുന്ന ഭാര്യ
വൈകിട്ട് സമാധാന സമൃദ്ധിയിൽ ആനന്ദിക്കായിരിക്കും ഭർത്താവ് ഇങ്ങനെ അടിച്ച് പൂക്കുറ്റിയായിട്ട് വന്നിട്ട് ഭാര്യയുടെ പുറത്ത് ആ വികാരം തീർക്കുന്നത്. എത്ര കുടുംബങ്ങൾ ഇപ്പോഴും ചിലർക്കൊക്കെ കാണാൻ കഴിയും. ചിലത്തിലത്ത് അങ്ങനെ ചിലത് ഈ ഭൂമിയിലുള്ള സഹോദരിമാരിൽ അല്ലെങ്കിൽ ഒരു 80% സഹോദരിമാർ ഇടിപേടിക്കുന്നവരാ, ഭർത്താക്കന്മാർ ഇടിപേടിക്കുന്നവരാ. അല്ലെന്ന് നിങ്ങൾ നിഷേധിക്കുക, എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ഭാര്യ നീ എത്ര പ്രാവശ്യം ഇടിച്ചിട്ട് അടിച്ചിട്ടുണ്ട്? നിന്റെ ഉള്ളിൽ വന്ന വികാരം ചെറിയ ചെറിയ വാക്കുകൾക്ക് കാരണം കൂടാതെ നിന്റെ ഭാര്യയെ എത്ര പ്രാവശ്യം ഇടിച്ചു? നീ മദ്യലഹരിയിലായി കഴിഞ്ഞപ്പോൾ, മയക്കുമരുന്ന് ലഹരിയിലായി കഴിയുമ്പോൾ നീ എത്രയോ പ്രാവശ്യം നിന്റെ ഭാര്യ ഇടിച്ചിട്ടുണ്ട്. നിന്റെ ഭാര്യ ഇടികൊള്ളാനുള്ള ഒരു സാധനമല്ല. വഴിയിലിരിക്കുന്ന ചെണ്ടയുടെ മേൽ ആർക്കും തട്ടിച്ചു പോകുമെന്ന് പറഞ്ഞത് നിന്റെ ഭാര്യ വഴിയിലിരിക്കുന്ന ചെണ്ടയല്ല, നിന്റെ ജീവിതത്തിലേക്കും തക്ക തുണയാ. അല്ലെങ്കിൽ അതിനെ നീ അതിനെ പുറത്തല്ല ഇടിച്ചു പഠിക്കരുത്, ഇത് പുറത്തോ ഇടിച്ചു പഠിക്കുക. അല്ലെങ്കിൽ ചിലർ അപ്പനെ അമ്മ ഇടിച്ചു പഠിക്കുന്നത്, ചില മരുമക്കൾ കാണത്തില്ലേ വീട്ടിൽ നിന്ന് അമ്മായിയും ഇടിച്ചും ചവിട്ടിയും തുഴിച്ചും കോലെടുത്ത് അടിക്കുന്നത് കഴിഞ്ഞ ആൾ കണ്ടില്ലേ? എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വികാരം എന്ന് പറഞ്ഞാൽ പല നിലയില്ല, അവർക്ക് സൗമ്യതയില്ല. അതിനെ കണ്ട ഒരു അമ്മായിയപ്പനെ കള്ളുപിടിച്ച് വന്നെന്ന് പറഞ്ഞാൽ മരുമോളും മോനും കൂടെ വലിയ പൈപ്പ് എടുത്തടിക്കുന്ന കണ്ടില്ലേ, വടിയെടുത്തടിക്കുന്ന കണ്ടില്ലേ? സ്വന്തം അമ്മായിയമ്മ നിരത്തിട്ട് ചവിട്ടി വലിച്ചിഴച്ചിട്ട് അമ്മായിയമ്മ ഒരു അധ്യാപക തുണി പൊക്കി കാണിക്കുന്ന കിട്ടില്ലേ? എൻ്റെ ഒരു എത്ര നീചമായ വിളച്ചോ. ഞാനൊക്കെ പച്ചയ്ക്ക് നിങ്ങളൊക്കെ തിരിച്ചറിയണ്ട, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. അപ്പം മനുഷ്യന്റെ വികാരം, മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ വികാരത്തെ ശമിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ പ്രശ്നമൊക്കെ വളരെ പ്രതിസന്ധി സൃഷ്ടിക്കും. പക്ഷേ നിനക്ക് സൗമ്യതയുള്ളവളാണെങ്കിൽ ഏത് പ്രശ്നത്തെ നിനക്ക് സമാധാനത്തോടെ കാണാൻ കഴിയും. ആ സൗമ്യത നിന്റെ ഉള്ളിൽ വരണമെങ്കിൽ നീ യേശുക്രിസ്തുവിലേക്ക് വരണം. പ്രയോജനം യേശുക്രിസ്തുവിനെ നീ എപ്പോൾ രക്ഷിതാവായി സ്വീകരിക്കുന്നു, ക്രിസ്തുവിന് നിന്റെ ഹൃദയം കൊടുക്കുന്നു, അപ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് ആത്മാവിന്റെ ഫലമാകുന്ന സൗമ്യത കടന്നു വരും. ഹല്ലേലൂയ, രക്തം ചെയ്യാം. സഹോദരൻ, സൗമ്യത ആവശ്യം കേട്ടോ. മോഷണം, പിടിച്ചുപറി, കൈക്കൂലി, അഴിമതി, കരിഞ്ചന്ത, ഇതൊക്കെ ഓരോ വികാരങ്ങളാ. നീ ഒന്നും ശരിയാകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വികാരങ്ങളെ ശമിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, പത്രോസിനെ പോലെ വികാരപരവശനാകരുത്. ഹല്ലേലൂയ. പത്രോസ് ഭയങ്കര വികാരപരവശനായിരുന്നു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാണ് ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്നൊക്കെ പറഞ്ഞ് പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഹല്ലേലൂയ. മഹാപുരോഹിതന്റെ ദാസന്റെ കാത് വാളെടുത്ത് വെട്ടി. പത്രോസിന്റെ ഉള്ളിൽ പത്രോസ് വികാരഭരിതനായി കഴിയുമ്പോൾ വാളെടുത്തു. ഹല്ലേലൂയ. യേശുവിനെ തള്ളിപ്പറഞ്ഞു. നമ്മളങ്ങനെ വികാരഭരിതനായി മാറരുത്. നമ്മുടെ വികാരത്തെ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ തറയ്ക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ നമ്മുടെ വികാരങ്ങളെ തറയ്ക്കണം. ഗലാത്യ ലേഖനം 5:24 പറയുന്നത്, ആമേൻ, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തിലെ രാഗമോഹങ്ങളെ നിന്റെ ജഡത്തിലെ വികാരങ്ങളെ നീ ക്രിസ്തുവിൽ ക്രൂശിച്ച് നീ സൗമ്യതയുള്ളവളായി മാറണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, പത്രോസിനെ പോലെ വികാരഭരിതനായി മാറരുത്. 2, എപ്പഫ്രാസിനെ പോലെ നിങ്ങൾ സകലത്തിലും ഒന്നാമനായിരിക്കുവാൻ എപ്പോഴും മുമ്പോട്ട് ചെല്ലരുത്. എപ്പഫ്രാസ് എന്തായിരുന്നു? അവനെപ്പോഴും എല്ലാ കാര്യത്തിലും ഒന്നാമനായി മാറാൻ വേണ്ടിയിട്ട് പുള്ളി അതിനുള്ള തന്ത്രങ്ങളാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. 18-ാമത്തെ വാക്യം, അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയുമാകുന്നു, സകലത്തിനും താൻ മുമ്പനാകേണ്ടത്. അവൻ ആരംഭവും മരിച്ചവരുടെയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകും. അപ്പം എപ്പഫ്രാസിനെ പോലെ നിങ്ങൾ എല്ലാത്തിനും മുമ്പനാകാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുൻ സ്ഥാനം യേശുവിന് കൊടുക്കണം. ചിലര് ഞാനാണ് മുമ്പ്, ഞാനാണ് ശ്രേഷ്ഠൻ, ഞാനാണ് എല്ലാത്തിൻ്റെയും എന്നൊക്കെ പറഞ്ഞത്. നീ എല്ലാത്തിനും മുമ്പനാകാൻ ശ്രമിക്കരുത്. നീ ശാന്തനാകെ, സൗമ്യനായി മാറി നിന്റെ ജീവിതത്തിൽ യേശുവിന് നീ സ്ഥാനം കൊടുക്കുക. മരിച്ചുവിൽ ആദ്യപരമായി ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശുക്രിസ്തുവാണ് സകലത്തിനും മുമ്പൻ. ഹല്ലേലൂയ. അതാണ് ഈ കൊലോസ്യ ലേഖനം വായിപ്പം കാണാൻ കഴിയുന്നത്. മാത്രമല്ല, 3, മറ്റുള്ളവരെ നീ ഭരിക്കരുത്. 1, നീ പത്രോസിനെ പോലെ വികാരഭരിതനാകരുത്. 2, എപ്പഫ്രാസിനെ പോലെ മുമ്പനാകാൻ ശ്രമിക്കരുത്. 3, മറ്റുള്ളവരെ ഭരിക്കരുത്. ഹല്ലേലൂയ. 2 തിമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോഴും അതാ കാണുന്നത്. 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കും. ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, എംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇരുവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ഇവർ ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ. ഹല്ലേലൂയ.
അപ്പൊ ആരോടും നീ മറന്നു നിൽക്കരുത്. എന്താ എൻ എസ് എംബ്രസ് മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ചില ആളുകളെ മറ്റുള്ളവരെ ഭരിക്കും, മറ്റുള്ളവരെ അങ്ങ് ശകാരിക്കും. ചിലരുടെ ജീവിതം അവർ എൻ എസിനെ പോലെ എംബ്രസിനെ പോലെയാ അല്ലേലിയ അമ്മ സ്തോത്രം എന്ന് പറഞ്ഞാൽ അവരെന്ത് എതിർത്ത് നിൽക്കും, അത് ഈ സത്യത്തോട് മറുത്തു നിൽക്കും. ഇവർ ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരായി. ഈ മറ്റുള്ളവരെ ഭരിക്കുന്നവരായ ദുർബുദ്ധികളാണ്, വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമാണ്. നീ ആരെയും ഭരിക്കരുത്. സൗമ്യതയുടെ ആത്മാവിൽ സ്നേഹിക്കാൻ കഴിയണം. എല്ലാവരും സൗമ്യതയുടെ ആത്മാവിൽ സ്നേഹിക്കാൻ കഴിയണം. എന്നെ കേൾക്കുന്ന മാതാപിതായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പദം നിന്റെ മാനസാന്തരത്തിന് പോകാൻ വേണ്ടിയിട്ടാണ്. നിന്നെ അങ്ങ് കോടീശ്വരനാക്കുമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിന്നെ അങ്ങ് കോടീശ്വരനാകുന്നത് കോടീശ്വര പ്രഭുവാകും, ലക്ഷപ്രഭുവാകും, നിന്റെ മുറ്റത്ത് വീണ്ടെപ്പിടി വരുന്ന കാര്യമൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൗമ്യതയോടുകൂടി നീ ജീവിച്ചാൽ നിനക്ക് ഭൂമിയെ കൈവശമാക്കാൻ സമാധാന സമൃദ്ധി നിനക്ക് ആനന്ദിക്കാൻ കഴിയും. നിന്റെ ഉള്ളിൽ സൗമ്യത വന്നു കഴിയുമ്പോൾ നീ ഏത് സാഹചര്യത്തിലാണ് പരാജയപ്പെട്ടിരിക്കുന്നത്, ഏത് മേഖലയിലാണ് നീ സങ്കടം അനുഭവിക്കുന്നത്, എവിടെയാണ് നിന്റെ കുറവുകൾ, അത് മനസ്സിലാക്കി നിന്റെ കുടുംബത്തിൽ സമാധാന സമത്വം നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. അതിന്റെ ബിസിനസ്സിലായിരുന്നാലും, നിന്റെ ജോലിയിലായിരുന്നാലും, നിന്റെ മക്കളിലായിരുന്നാലും, ഭാര്യയിലായിരുന്നാലും, ഭർത്താവിലായിരുന്നാലും, നീ പഠിച്ച ഏത് തൊഴിലായിരുന്നാലും സമാധാന സമൃദ്ധിയിൽ അതിനകത്ത് ആനന്ദിക്കണമെങ്കിൽ നീ സൗമ്യതയുള്ളവനായി സമൃദ്ധിയുള്ളവളായി മാറണം. പ്രൈസരോണം. നമ്മൾ കർത്താവിലേക്ക് വരണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത് റോമാലേഖനം 12:3 പറയുന്നുണ്ട്. ഭാവിച്ചതിന് മീതെ ഭാവിച്ചുയരരുത്. ഹല്ലേലൂയ. എന്താണ് അതിന് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട് കൊടുത്തതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കേണ്ടതിന്. പൗലോസ് എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളെ ഓരോരുത്തരോടും പറയാം. മാനസാന്തരം ആവശ്യം കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് സൗമ്യത എന്ന ആത്മാവിന്റെ ഫലം ദൈവത്തെയും ഹല്ലേലൂയ ആനന്ദിപ്പിക്കും. സൗമ്യത എന്ന ആത്മാവിന്റെ ഫലം നിന്റെ ഹൃദയത്തിൽ ദൈവത്തെയും സന്തോഷിപ്പിക്കാൻ കഴിയും. നീ ദൈവത്തിന്റെ മതിലായി മാറി കർത്താവോട് ചേർന്ന് കർത്താവിയ സൗമ്യത എനിക്ക് തരണമേ. എന്റെ കഷ്ടം, എന്റെ വേദന, ദുഃഖം, എന്റെ സങ്കടം, എന്റെ ക്രോധം, ബോധം, എന്റെ കുടുംബത്തിലെ പ്രശ്നം, എന്റെ ഭർത്താവിന്റെ ഭാര്യയുടെ മക്കളെ എല്ലാ പ്രശ്നവും എന്റെ കുടുംബത്തിനകത്ത് സമാധാന സമൃദ്ധിയിൽ ആനന്ദിക്കുന്ന ദിവസങ്ങളായി തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. 37-ാം സംഗീതത്തിന്റെ 11-ാമത്തെ വാക്യമാണല്ലോ. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ സൗമ്യതയോടെ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ ആനന്ദിക്കും. അതെ, സമാധാന സമൃദ്ധിയിൽ നിന്റെ ഭവനം ആനന്ദിക്കണം, നീ ആനന്ദിക്കണം. എന്റെ കഷ്ടങ്ങൾ കണ്ടുകളച്ചാട്ട് പരിശുദ്ധങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരത, ലോകരാജ്യം 800 കോടി ജനത്തിന് ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ല വിവിധ ഭാഷകളിൽ ആയിരിക്കുന്ന ശൈശവത്തിൽ, ബാലിക, കൗമാരി, യൗവനത്തിൽ, വർദ്ധ, വൃത്തരാശന, യാച, ഓപ്പണ, ചോട്ട, തടവറയിലായിരിക്കുന്ന സകല ജനത്തെ എല്ലാ മത, സംസ്കാര, മാധ്യമ, മീഡിയകളിൽ എല്ലാ ഭരണപക്ഷ പാർട്ടികളെയും എല്ലാ രാഷ്ട്രീയക്കാരെയും ദൈവങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവ് ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട ആക്രോശത്തിന്റെ ആത്മാവിൽ മാറി ഹല്ലേലൂയ കർത്താവിൽ മനുഷ്യൻ മാനസാന്തരപ്പെടും. പത്രോസിനെ പോലെ വികാരഭരിതനായി മാറാതെ എബ്രഹാമിനെ പോലെ മുൻപിനായി തീരാൻ എൻ.എസ്. മോശയോട് മത്സരിക്കാതെ മറ്റുള്ള ഭരിക്കാതെ ദൈവത്തിനെ താഴ്മ ധരിച്ചുകൊണ്ട് ആ സൗമ്യയുടെ ഫലം പുറപ്പെടുവിക്കാൻ ഭവനത്തിനകത്ത് ജീവിതത്തിൽ, ജോലിയിലെ എല്ലാ മേഖലയിലും ജനത്തെ ഒരുക്കണമേ. അവരുടെ പാപങ്ങളെ ക്ഷമിക്കണം. അവരുടെ കുടുംബത്തിനകത്ത് അരാജകത്തിൽ കണ്ണുനീര് മാറിപ്പോകട്ടെ. ഇരുളിന്റെ ആധിപത്യം മാറി കുടുംബത്തിനകത്ത് സമാധാനം നിറയേണ്ടതിനായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മുഖത്തോട് കിടം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.